മാസപ്പടി കേസിലെ ഇ.ഡി. അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നു. CMRL അന്വേഷണം തടയണം എന്നാണ് ആവശ്യം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ കഴിഞ്ഞ 2 ദിവസം മുൻപുണ്ടായ ഇ.ഡി. റെയ്ഡ്, അതൊക്കെ സംഭവിച്ചത് CMRLന്റെ നേരത്തെയുള്ള ആവശ്യം, ഇതേപോലുള്ള ആവശ്യം, ഹർജി, അത് ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇ.ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിന് പിന്നാലെയായിരുന്നു ഇ.ഡി. നടപടികൾ. പക്ഷേ ഇപ്പോൾ വീണ്ടും CMRL ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു. എന്താണ് ആവശ്യം? ഇത് ഏത് ബെഞ്ചിലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്? പ്രജിൻ, നേരത്തെ ഈ ഹർജി തള്ളിയ ഘട്ടത്തിൽ തന്നെ CMRL ഒരു 2 ആഴ്ച സാവകാശം തേടിയിരുന്നു. അത് അവർക്ക് അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് തുടർ നടപടികൾ ഉണ്ടാകരുത്, 2 ആഴ്ചയെങ്കിലും സാവകാശം വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കോടതി അത്തരത്തിലൊരു സാവകാശം നൽകിയിരുന്നില്ല. അതിന് പിന്നാലെ തന്നെയാണ് ഇ.ഡി. 12 കേന്ദ്രങ്ങളിൽ റെയ്ഡുമായി എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CMRL അപ്പീൽ നൽകിയിട്ടിരിക്കുന്നത്. നേരത്തെ നൽകിയ അതേ അപ്പീൽ, അല്ലെങ്കിൽ നേരത്തെ നൽകിയ അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ അപ്പീൽ വ്യക്തമാക്കിയത്. അപ്പീലിന്റെ കോപ്പി ലഭ്യമായിട്ടില്ല, ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാമത്തെ അന്വേഷണം, അതായത് SFIയുടെ അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ഇരട്ട അന്വേഷണത്തിന് സാഹചര്യം നിലവിലില്ല. ഒപ്പം ഇത് ECIR-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണമെന്ന് അവർ വ്യക്തമാക്കുന്നു. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ അപ്പീലിൽ അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കോടതി മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. അതെല്ലാം അപ്പാടെ തള്ളിക്കൊണ്ടാണ് അന്വേഷണം തുടരാമെന്ന നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ അതെല്ലാം പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ CMRL ഉള്ളത്. CMRL വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ് അന്വേഷണം അവർ ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അത് സ്ഥിരീകരിക്കപ്പെടുന്നു. അവർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ച അപ്പീൽ പരിഗണിക്കാനുള്ള സാധ്യത. വിഷ്ണു, നേരത്തെ നൽകിയ അതേ ഹർജി, അതേ ആവശ്യങ്ങൾ തന്നെ അതേപടി വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് നൽകുന്നു എന്നാണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞത്. അന്ന് ഈ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പരിഗണിച്ച കോടതിയുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ PMLA ആക്ട്, മണി ലോണ്ടറിംഗ് ആക്ട്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം, അത് പ്രഥമദൃഷ്ട്യാ ഈ കേസിൽ നിലനിൽക്കും എന്നൊരു കാര്യം അന്ന് കൃത്യമായി കോടതി പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇ.ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നാണ് അന്ന് കൃത്യമായ നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു ഉത്തരവായി തന്നെ കോടതി പറഞ്ഞത്. പക്ഷേ അപ്പോൾ വീണ്ടും അതേ ആവശ്യങ്ങൾ അതുപോലെ തന്നെ CMRL നൽകുകയാണോ ചെയ്യുന്നത്? എന്താണ് അപ്പോൾ അവർ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അതിന് സിംഗിൾ ബെഞ്ച് തങ്ങളുടെ പല കാര്യങ്ങളും കൃത്യമായി കേട്ടില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട്. അതായത് SFI അന്വേഷണം ഓൾറെഡി പൂർത്തിയായി, അതിന്റെ കംപ്ലൈന്റ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിലൊരു പ്രൊസീഡ്സ് ഓഫ് ക്രൈംസ് ഇല്ല എന്നും ഈ CMRL ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരിക്കൽ കൂടി എവിടേക്കാണോ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിൽ അവതരിപ്പിച്ചതിൽ വീഴ്ച പറ്റിയത്, അതെല്ലാം മാറ്റി ഒരു കൃത്യമായി ഡിവിഷൻ ബെഞ്ചിനെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് CMRL. സാധാരണഗതിയിൽ അപ്പീലുകൾ നൽകുമ്പോൾ അങ്ങനെയാണ്. സിംഗിൾ ബെഞ്ച് തള്ളിക്കഴിഞ്ഞാൽ അതേ ആവശ്യങ്ങൾ തന്നെയാണ് പൊതുവെ ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ പറയാറുള്ളത്, അപ്പീലിൽ പറയാറുള്ളത്. ആ കാര്യങ്ങൾ പിന്നീട് ഒരുപക്ഷെ ചില ഘട്ടങ്ങളിലൊക്കെ കോടതി അംഗീകരിക്കാറുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെയൊക്കെ തള്ളുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് നിലവിൽ CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പീലിന്റെ കോപ്പി ലഭ്യമായാൽ മാത്രമാണ് കൂടുതലായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും നിലവിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് CMRL. അത് ഈ റെയ്ഡുകൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ അപ്പീൽ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.